ഹായ് എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ കാഴ്ചകൾ കാണാൻ എല്ലാവരും ഓടി വന്നോളൂ കേട്ടോ. അപ്പോൾ കുറേ നാളായില്ലേ നമ്മൾ ഇതുപോലെ സൗത്ത് ഇന്ത്യൻ മാർക്കറ്റും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് നടക്കാൻ തുടങ്ങിയിട്ട്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് മുംബൈയുടെ ഹിസ്റ്റോറിക്കൽ, അതായത് ചരിത്രപ്രധാനമായിട്ടുള്ള ഒരു സ്ഥലത്തിൻ്റെ കാഴ്ചകളാണ് കേട്ടോ. ഈ ഒരു സ്ഥലം വരുന്നത് കല്യാണിലാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു കാഴ്ച ആരും വിട്ടുകളയരുതേ. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതുപോലുള്ളതും കാണണ്ടേ. അപ്പോൾ ഇത് ഒരു കോട്ടയാണ്. ഈ കോട്ടയിൽ ഇപ്പം പ്രധാനമായിട്ടുള്ളത് ഒരു ദുർഗാദേവിൻ്റെ ക്ഷേത്രമാണ്. പക്ഷേ ഏകദേശം 73 ഏക്കറോളം പടർന്ന് നിൽക്കുന്ന ഒരു ഏരിയയിലാണ് കേട്ടോ ഈ ഒരു കോട്ട വരുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ചിലപ്പം. ദുർഗാദി ഫോർട്ട് എന്നാണ് ഈ ഒരു ഫോർട്ട് അറിയപ്പെടുന്നത്. കല്യാൺ കില്ല എന്നും അറിയപ്പെടുന്നുണ്ട്. ആ ഫോർട്ടിലോട്ടുള്ള പ്രവേശന കവാടത്തിൽ ഇതുപോലെ 2 സൈഡിലുണ്ടല്ലോ ഒരുപാട് പൂജാ സാധനങ്ങളാണ് വെച്ചിട്ടുള്ളത്. കാരണം എന്ന് പറഞ്ഞാൽ ഈ കോട്ടേൻ്റെ ഉള്ളിൽ ഒരു ദുർഗാദേവീൻ്റെ ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിലേക്ക് ദർശനം ചെയ്യാൻ പോകുന്ന ആൾക്കാർ ദേവിക്ക് അർപ്പിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകുന്ന സാധനങ്ങളാണ് കേട്ടോ ഇതൊക്കെ. ഓരോരോ പ്ലാസ്റ്റിക്കിൻ്റെ ഈ ഒരു പാത്രത്തിലും ഇല്ലത് ദേവിക്ക് കൊടുക്കാനുള്ള സാധനങ്ങൾ സെറ്റാക്കി വെച്ചിട്ടുള്ളതാണ്. ഒരു നാളികേരം ഉണ്ടാവും, അതുപോലെ തന്നെ ഒരു പൂവിൻ്റെ ഒരു ഗജറ പോലെ, പിന്നെ ചന്ദനത്തിരിയോ കുപ്പിവളയോ, പിന്നെ അതുപോലെ ദേവിക്ക് കൊടുക്കാനുള്ള പട്ട് സാരി, ബ്ലൗസിൻ്റെ തുണികൾ, അങ്ങനെയൊക്കെയാണ് ഇവിടെ നേർച്ചയായിട്ട് അർപ്പിക്കുന്ന സാധനങ്ങളൊക്കെയാണ് കേട്ടോ ഈ 2 സൈഡിലുള്ള കടകളിലും ഉള്ളത്. പിന്നെ പൂമാലകളുണ്ട്, തേങ്ങയുണ്ട്. രാവിലെ നമ്മൾ ഇന്ന് വന്നിട്ടുണ്ടായിരുന്നത്. മഴയൊന്നുമില്ല, പക്ഷേ ആ രാവിലെ സമയമായതുകൊണ്ട് സൂര്യൻ്റെ ലൈറ്റ് ഇങ്ങനെ ഉദിച്ച് വരുന്ന ആ ഒരു സമയമായതുകൊണ്ട് നല്ലൊരു ആ ഒരു വെയിലിൻ്റെ നല്ലൊരു എന്താ പറയുക, ഒരു ബ്രൈറ്റ്നസ് ഉണ്ടായിരുന്നു കേട്ടോ. അതാണ് ഇങ്ങനെ ഇടക്കിടക്ക് ലൈറ്റ് ഇങ്ങനെ അടിക്കുന്നത്. ഇത് കണ്ടല്ലേ, ഇതൊക്കെ സാരിയും അതുപോലുള്ള സാധനങ്ങളൊക്കെയാണ്. നമ്മുടെ നാട്ടിലൊന്നും അമ്പലങ്ങളിൽ ഇതുപോലുള്ള സാധനങ്ങളൊന്നും നമ്മൾ കാണാറില്ലല്ലോ അല്ലേ. വഴിപാട് കൊടുക്കുന്ന സാധനങ്ങളൊക്കെ ഇതുപോലെ അമ്പലങ്ങളുടെ ഫ്രണ്ടിലുണ്ടാവും. അതാണ് ഈ നോർത്ത് ഇന്ത്യൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. നമുക്ക് പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ സെറ്റായിട്ട് എന്താ വേണ്ട വെച്ചാൽ വാങ്ങിയിട്ട് പോവുക. അപ്പോൾ പിന്നെ അന്വേഷിച്ച് നടക്കും, അങ്ങനെയൊന്നും വേണ്ട. കോമൺ ആയിട്ട് അധികം അമ്പലങ്ങളിൽ ഇതൊക്കെ തന്നെയാണ് കേട്ടോ ഇവിടെ കൊടുക്കാറുള്ളത്. അങ്ങനെ ഇതാണ് കേട്ടോ അങ്ങോട്ടേക്കുള്ള എൻട്രി. അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരുന്ന സമയത്ത് ഏട്ടനും അച്ചും കൂടി അങ്ങോട്ടേക്ക് പകുതി വഴിക്ക് എത്തിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നമുക്ക് ആ എൻട്രി കയറിയിട്ട് നേരെ ഇതാ മുകളിൽ കാണുന്ന അവിടെയാണ് ഈ അമ്പലം ഉള്ളത്. അമ്പലത്തിൻ്റെ ചുറ്റിലും കോട്ടേൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ അതുപോലെ ഉണ്ട്. പിന്നെ കുറച്ചിങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞ അവശിഷ്ടങ്ങളൊക്കെ ആയിട്ടാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ഇതിൻ്റെ കാഴ്ചകളൊക്കെ എടുത്തു തരാം. ഇവിടെ ഇപ്പോൾ തണുപ്പ് ചെറുതായിട്ട് രാവിലെ ചെറിയൊരു തണുപ്പുണ്ടായിരുന്നേ. എന്നാലും തണുപ്പൊന്നും തുടങ്ങിയിട്ടില്ല, തണുപ്പ് സമയം തുടങ്ങിയിട്ടില്ല. മഴയുണ്ട് ഇടക്കിടക്ക്, അതുപോലെ തന്നെ ഭയങ്കര വെയിൽ വന്നിട്ട് പകൽ സമയത്ത് ഭയങ്കര ചൂടുമാണ്. അപ്പോൾ ഇതാ നമ്മൾ അതുവഴി കയറാൻ പോവാന്നേ. ഫുള്ള് കരിങ്കല്ലിൻ്റെ പടവുകളും അതുപോലെ തന്നെ കരിങ്കല്ലിൻ്റെ ചുമരുകളും ഒക്കെയാണ് അവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ നല്ലൊരു തണുപ്പും ഉണ്ടായിരുന്നേ. അപ്പോൾ നമ്മൾ കയറി പോകുമ്പോൾ തന്നെ ആദ്യം തന്നെ 2 സൈഡിലും ഇതുപോലുള്ള ഒരു സംഭവമാണ്. ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. വെയിൽ നല്ലോണം അടിക്കുന്നുണ്ട്. പിന്നെ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിഘ്നേശ്വരൻ്റെ ഒരു ചെറിയൊരു ക്ഷേത്രം പോലെ ഉണ്ട് അവിടെ. അപ്പം ആദ്യം തന്നെ എല്ലാ കാര്യത്തിലും നമ്മൾ നല്ല കാര്യങ്ങൾക്കൊക്കെ ആദ്യം തന്നെ ഗണപതി ഭഗവാനാണല്ലോ പ്രാർത്ഥിക്കാറുള്ളത്. അപ്പോൾ ഈ അമ്പലത്തിൻ്റെയും ഇത് ആദ്യം തന്നെ ഗണപതിൻ്റെ വിഗ്രഹമാണ്. അവിടെ എല്ലാവരും മാലകളൊക്കെ ഇട്ടിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ പ്രാർത്ഥിച്ചിട്ട് പിന്നെ നമുക്കിത് ഈ സ്റ്റെപ്പ് കയറി മുകളിലോട്ടാണ് പോകേണ്ടത്. നമ്മുടെ നാട്ടിലൊക്കെ കോട്ടയൊക്കെ കടൽ തീരത്തൊക്കെയല്ലേ നമ്മൾ കണ്ടിട്ടുള്ളത്. ഇവിടെ മുംബൈയിൽ നമ്മുടെ ഛത്രപതി ശിവാജി മഹാരാജാവിൻ്റെ ഒക്കെ ഒരുപാട് കോട്ടകൾ വലിയ വലിയ കുന്നിൻ്റെ മുകളിലൊക്കെ ഉണ്ട്. കുറേ നമ്മളിതിന് മുന്നേ ഒക്കെ വീഡിയോ എടുത്തിട്ടിരുന്നു. അപ്പം നമ്മളെ ചാനലത്തെ റീച്ചൊന്നും ആയിരുന്നില്ല. അപ്പോൾ വീഡിയോ ഒന്നും ആരും കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ കുറേ ഇനിയും പറ്റുവാണെങ്കിൽ ഞാൻ അവിടെയൊക്കെ പോവാണെങ്കിൽ അതിൻ്റെ ഒക്കെ വീഡിയോ ഞാൻ എടുത്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടുള്ളൂ. എന്നാലേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് നേരെ അവിടെ ആ കാണുന്നതാണ് ദേവീൻ്റെ ക്ഷേത്രം. അപ്പോൾ അങ്ങോട്ടേക്ക് പോവാട്ടോ. ചുറ്റിലും വലിയ വലിയ മരങ്ങളൊക്കെ ആയതുകൊണ്ട് ആ വെയിലിൻ്റെ ചൂട് അറിയുന്നില്ല. പിന്നെ രാവിലെ അല്ലേ വെയിലിൻ്റെ ചൂട് വരുന്നതേ ഉള്ളൂ. അമ്പലത്തിൻ്റെ മുന്നിൽ തന്നെ വലിയൊരു ഹോമകുണ്ഡമാണ്. പിന്നെ ഇതുപോലെയാണ് കേട്ടോ അമ്പലം വരുന്നത്. അമ്പലത്തിൻ്റെ ഉള്ളിലെ കാഴ്ച കാണേണ്ട തന്നെയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അമ്പലത്തിൻ്റെ ഉള്ളിലൊന്നും അധികം അമ്പലത്തിൻ്റെ ഉള്ളിലും ഫോട്ടോഗ്രാഫിയോ വീഡിയോഗ്രാഫിയോ ഒന്നും അലൗഡ് അല്ലല്ലോ. പക്ഷേ ഇവിടെ നോർത്ത് ഇന്ത്യയിൽ കുറേ അമ്പലങ്ങളിലൊക്കെ അലൗഡ് ആണ്. ചില സ്ഥലങ്ങളിലൊന്നും വിടൂല എന്നാലും. പക്ഷേ ഈ അമ്പലത്തിൽ അങ്ങനെ ഒരു പ്രശ്നമില്ല കേട്ടോ. ഞാൻ അതുകൊണ്ട് അകത്ത് കയറിയിട്ട് വീഡിയോ നന്നായിട്ട് എടുത്തിട്ടുണ്ട്. നിങ്ങളൊന്ന് കണ്ടു നോക്ക് ഇതുവരെ ഇതുപോലുള്ള അമ്പലങ്ങൾ കണ്ടിട്ടുണ്ടോയെന്ന്. കണ്ടിട്ടുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം.
കാണാത്തവർക്കൊക്കെ ഈ ഒരു വീഡിയോ കാണാനുള്ള ഒരു സാഹചര്യം കൂടി ആവട്ടെ അല്ലേ. അങ്ങനെ അതിൻ്റെ മുകളിൽ നിന്ന് നമ്മൾ താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയാണ് കേട്ടോ കാണുക. നമ്മൾ കയറി വന്ന വഴിയൊക്കെയാണത്. പിന്നെ ഇവിടുന്ന് നിങ്ങൾ നേരെ നോക്കുമ്പോൾ കുറേ വണ്ടിയൊക്കെ പോകുന്നില്ലേ, ഇതൊക്കെ കല്യാൺ ഏരിയ ആണ് കേട്ടോ. അങ്ങനെ ഞാനിത് അമ്പലത്തിൻ്റെ ഉള്ളിലെത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത് ഈ അമ്പലത്തിനകത്തുള്ള പ്രതിഷ്ഠയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരാൻ വേണ്ടി പ്രാർത്ഥിച്ചോളൂ കേട്ടോ. പിന്നെ നമുക്ക് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഈ ഒരു ക്ഷേത്രത്തിൻ്റെയും അതുപോലെ തന്നെ ഈ ഒരു കോട്ടേൻ്റെയും കുറച്ച് ഐതിഹ്യം എന്താണെന്ന് നോക്കിയാലോ. ഈ ഒരു കോട്ട, അതായത് കല്യാൺ കില്ല, ദുർഗാദി ഫോർട്ട് എന്നറിയപ്പെടുന്ന ഈ ഒരു സ്ഥലമില്ലേ, ഇത് സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്രയിലെ കല്യാണിന് സമീപത്താണ് കേട്ടോ. കല്യാണിൽ പെടുന്നതാണ് ഈ ഒരു സ്ഥലം. ഈ ഒരു ഫോർട്ട് ഏകദേശം 70 ഏക്കറോളം സ്ഥലത്ത് വ്യാപിച്ച് കിടക്കുന്ന ഒരു ചരിത്ര പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ്. ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഈദ്ഗാഹ്, മസ്ജിദ്, ഒരു കല്ലുകൊണ്ടുണ്ടാക്കിയ ഒരു കിണർ, ഇതൊക്കെ കാണാൻ പറ്റും കേട്ടോ ഈ കോട്ടേൻ്റെ ഉള്ളിൽ. പിന്നെ ഈ കോട്ടയുടെ പിറകുവശത്ത് ഒരു നദി ഒഴുകുന്നുണ്ട്. ആ നദീൻ്റെ പേരാണ് ഉല്ലാസ് നദി കേട്ടോ. പിന്നെ ഈ ദുർഗാദേവി ഫോർട്ടിൻ്റെ അകത്ത് വരുന്നതാണ് കേട്ടോ ഈ ഒരു ദുർഗാദേവി ക്ഷേത്രം. ഈ ക്ഷേത്രത്തിന് ചുറ്റും വലിയൊരു കോട്ടയായിരുന്നു മുമ്പ്. ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ട് ഛത്രപതി ശിവാജിയുടെ കാലത്ത് യുദ്ധക്കപ്പൽ നിർമ്മാണത്തിനുള്ള ഒരു കവചിത ഡോക്ക് പോലെ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നേ. ഇതിൻ്റെ പിറകിൽ വലിയ നദിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞല്ലേ. അങ്ങനെ ഇവിടെ പോർച്ചുഗീസുകാരൊക്കെ കപ്പൽ നിർമ്മാണത്തിനായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ ഈ ഒരു കോട്ട ഒരുപാട് യുദ്ധങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് കേട്ടോ ഈ ഒരു കോട്ട. 1682 മുഗളന്മാർ നമ്മളെ ഈ കല്യാൺ എന്ന് പറഞ്ഞ സ്ഥലം കീഴടക്കിയിട്ടുണ്ടായിരുന്നേ. പക്ഷേ എന്നാലും സംഭാജി രാജ അത് തിരിച്ചു പിടിക്കുകയെന്നുണ്ടായത്. പിന്നീട് 1689 വീണ്ടും മുഗളന്മാർ ഇത് കൈവശപ്പെടുത്തിയേ. പിന്നെ 1728 പോർച്ചുഗീസുകാർ ഈ കോട്ട ആക്രമിച്ചു. പക്ഷേ ശങ്കർജി, കേശവ്, ഗംഗാജി നായിക് എന്നിവരുടെ നേതൃത്വത്തിൽ ഇവരുടെ നേതൃത്വത്തിലുള്ള സൈന്യം ആക്രമണത്തെ ചെറുത്ത് നിൽക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ അമ്പലത്തിലൊക്കെ തൊഴുത പുറത്തോട്ട് വന്നപ്പോൾ ഇതുപോലെ ഛത്രപതി ശിവാജി ശിവഭഗവാന്റെ ശിവലിംഗം പൂജിക്കുന്ന ഒരു സ്റ്റാച്ചു ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. പിന്നെ നിങ്ങൾ കാണുന്നില്ലേ, ഈ ക്ഷേത്രത്തിൻ്റെ ബാക്കിൽ ഒരു മസ്ജിദിൻ്റെ കുറച്ച് ഭാഗം കാണുന്നുണ്ട്. മുഗളന്മാരും അതുപോലെ തന്നെ നമ്മുടെ മറാഠക്കാരും തമ്മിലുള്ള ഒരു പോരാട്ടമൊക്കെ നടന്നതാണ് കേട്ടോ ഈ ഒരു ഫോർട്ടിൽ. അപ്പോൾ ഒരുപാട് ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു പ്ലേസ് ആണ് ഇത്. ഇവിടെ ഇപ്പോഴും പോലീസ് പ്രൊട്ടക്ഷനൊക്കെ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ അകത്ത് ഓരോ ഏരിയയിലായിട്ട് പോലീസുകാരും അതുപോലെ തന്നെ മിലിറ്ററിൻ്റെ ആൾക്കാരൊക്കെ ഉണ്ട്. പ്രകൃതിദത്തമായിട്ടുള്ള, അതായത് നല്ല വായുവും ഒരു നല്ലൊരു അന്തരീക്ഷം തന്നെയാണ് കേട്ടോ ഈ ഫോർട്ടിൻ്റെ ഉള്ളിൽ. അമ്പലത്തിന് ചുറ്റും വലിയ വലിയ മരങ്ങളൊക്കെ ആയിട്ടാണ്. നമ്മളിപ്പോൾ ഏത് സ്ഥലത്ത് പോയി കഴിഞ്ഞാലും ആ ഒരു സ്ഥലത്ത് നമ്മുടെ ഒരുപാട് കാര്യങ്ങൾ അറിയാനും പഠിക്കാനൊക്കെ ഉണ്ടാവും അല്ലേ. അപ്പം ഞാനിത് ജസ്റ്റ് എന്താ പറയുക, ഒരു ദേവീക്ഷേത്രം എന്നുള്ളൊരു അറിവിലാണ് കേട്ടോ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇവിടെ എത്തിയിട്ട് ഈ കോട്ടയും കാര്യങ്ങളൊക്കെ കണ്ടപ്പോഴാണ് ഇതിനെക്കുറിച്ച് കുറച്ച് കൂടുതൽ എന്താണെന്ന് അറിയാൻ വേണ്ടി ഞാനൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയത്. അപ്പോഴാണ് ഈ ഹിസ്റ്റോറിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് അറിയാൻ പറ്റിയത് കേട്ടോ. ഇവിടുന്ന് നോക്കുമ്പോൾ താഴോട്ടുള്ള കാഴ്ചകളൊക്കെയാണ്. അപ്പോൾ ഇവിടെ അടുത്തൊക്കെയുള്ള ആൾക്കാർ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ കാണാൻ ആഗ്രഹമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വന്നിട്ട് കണ്ടോളൂ കേട്ടോ. ഈ ഒരു സ്ഥലം വരുന്നത് കല്യാണിലാണ്. നമ്മൾ ഗൂഗിളിലൊക്കെ ദുർഗാദി ഫോർട്ട് അല്ലെങ്കിൽ കല്യാൺ കില്ല എന്നൊക്കെ സെർച്ച് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു ഫോർട്ടിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് കാണാൻ പറ്റുമേ. ഇതൊക്കെയാണ് ആ ക്ഷേത്രത്തിന് വെളിയിലുള്ള കോട്ടയുടെ കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ ആ മസ്ജിദിൻ്റെ പാട്ട് കണ്ടില്ലേ, അങ്ങോട്ടൊന്നും നമുക്ക് എൻട്രി ഇല്ല. ഇവിടെയൊക്കെ പോലീസുകാർ ഇരിക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് വരാം, ദുർഗാദേവീൻ്റെ ക്ഷേത്രത്തിലൊക്കെ കയറാം, ദർശനമൊക്കെ ചെയ്യാം. പിന്നെ ഇതുപോലുള്ള നല്ല മരത്തണലിലൊക്കെ ഇരുന്ന് വിശ്രമിക്കുകയൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണേ. ഇതുപോലെ മുംബൈയിലുള്ള വെറൈറ്റി ആയിട്ടുള്ള കാഴ്ചകളൊക്കെ ആയിട്ട് ഞാൻ ഓരോ വീഡിയോ ആയിട്ട് നിങ്ങളെ മുന്നിലോട്ട് വരുന്നതായിരിക്കും കേട്ടോ. എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. ഇതിൻ്റെ പിറകിലുള്ള നദിയാണ് അതിലെ കൂടെ കാണുന്നത്. പക്ഷേ അത് നിങ്ങൾക്ക് വീഡിയോയിൽ അത്ര ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടോ എന്ന് അറിയില്ല കേട്ടോ. അപ്പം നമ്മുടെ ഛത്രപതി മഹാരാജാവും അതുപോലെ തന്നെ മുഗൾ രാജാക്കന്മാരും ഒക്കെ ഫൈറ്റ് ചെയ്ത ഒരു ഏരിയ ആണ് കേട്ടോ ഇത്. നല്ല ഒരു ചരിത്ര സ്മാരകം തന്നെ പറയാം. ഇവിടെ മുംബൈയിൽ ഒരുപാടുണ്ട് കേട്ടോ ഇതുപോലുള്ള സ്ഥലങ്ങൾ. മറാഠ രാജാവായ ശിവാജിയുടെ ഒരുപാട് കോട്ടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് വരും വീഡിയോകളിലൊക്കെ ആയിട്ട് കാണാം, ഇവിടുത്തെ ഓരോ കാഴ്ചകൾ കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ.